വെസ്റ്റ് ഇൻഡീസിനെതിരെ തകർപ്പൻ പ്രകടനം നടത്തിയാണ് സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മത്സരത്തിൽ 97 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. ഒപ്പം തന്റെ ഫോമില്ലായ്മയെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്കുള്ള മറുപടിയുമാണ് സഞ്ജു തന്റെ ബാറ്റിംഗിലൂടെ ഇപ്പോൾ കാണിച്ചു നൽകിയിരിക്കുന്നത്. സഞ്ജുവിന് ടീമിൽ നിന്ന് തന്നെ വലിയ പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ വരെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടോപ്പ് ഓർഡറിൽ സഞ്ജുവിനെ ഇറക്കുമോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. എന്നാൽ ഇതിന് വളരെ തമാശ രൂപേണ ഒരു കളിയാക്കുന്ന മറുപടിയാണ് സൂര്യകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആർക്ക് പകരമാണ് സഞ്ജുവിനെ കളിപ്പിക്കേണ്ടത്? അഭിഷേകിന് പകരമോ അതോ തിലകിന് പകരമോ? നിലവിൽ സഞ്ജുവിനെ പരിഗണിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ടീമിലില്ല എന്നായിരുന്നു സൂര്യകുമാറിന്റെ മറുപടി. പിന്നീട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ മത്സരം തോറ്റു. ഏറ്റവും ഒടുവിൽ വെൻഡീസിനെതിരായ മത്സരത്തിൽ ജയിക്കണമെന്ന ഘട്ടമെത്തി. വീണ്ടും ഓപ്പണർ റോളിൽ സഞ്ജു എത്തുന്നു. ഒരു വലിയ വിജയം സഞ്ജു ഇന്ത്യൻ ടീമിനായി സമ്മാനിക്കുന്നു. മത്സരശേഷം സൂര്യകുമാർ തൊപ്പിയൂരിയാണ് സഞ്ജുവിനെ അഭിവാദ്യം ചെയ്തത്. കഴിവുള്ള ആളുകളുടെ മികച്ച പ്രകടനത്തിനായി നമ്മൾ കാത്തിരുന്നാൽ അത് സംഭവിക്കുമെന്നും ടീമിൽ അവസരം ലഭിക്കാതിരുന്ന കാലത്ത് പോലും അവൻ ചെയ്യുന്ന കഠിനാധ്വാനം ഞാൻ കണ്ടിട്ടുണ്ടെന്നും അതിന്റെ ഫലമാണ് ഈ ഇന്നിങ്സ് എന്നും അവന്റെ ബാറ്റിംഗ് ആണ് ഞങ്ങളെ വിജയത്തിലേക്ക് നയിച്ചതെന്നാണ് സഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ച് സൂര്യകുമാർ പറഞ്ഞത്. ഇനി ഒരിക്കലും സൂര്യ സഞ്ജുവിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മറുപടി പറയാൻ സാധ്യതയില്ല. കാരണം സഞ്ജുവിന്റെ ഉള്ളിലെ യഥാർത്ഥ തീ എന്താണെന്ന് ഇന്നലെ സൂര്യകുമാർ കണ്ടു കഴിഞ്ഞിരിക്കുന്നു.